യെസ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് RRB KLP നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് ദ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് April 12 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് ദ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് May 11 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ ഫോർ ദ ഓൺലൈൻ അപ്ലിക്കേഷൻ. ആൻഡ് ദ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 13th May ആണ്. സോ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് RRB ചൂസ് ചെയ്യുന്നോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിക്ക ആൾക്കാരും, ഇപ്പോൾ ഞാനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ വേറൊരു RRBയിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പതുക്കെ നാട്ടിലേക്ക് വരാം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിതിൽ നോക്കിയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡറാബാദിനാണ് തോന്നുന്നു കൂടുതലായിട്ട് വേക്കൻസീസ് വന്നിട്ടുള്ളത്. അത് ഏകദേശം ഒരു 962 സംതിങ് എന്തോ വരുന്നുണ്ടോ, 937 സംതിങ്. അങ്ങനെ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള RRB സെക്കൻഡറാബാദിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, RRB സെക്കൻഡറാബാദിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ പ്രോബിലിറ്റി കൂടുതലാണ് നമുക്ക് കിട്ടാനായിട്ട്. പക്ഷേ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കുറേ കൂടെ ട്രാൻസ്ഫേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു കറണ്ട് സിനാരിയോയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അവിടെ വേക്കൻസീസ് കുറവാണ്, അത് നോട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ അത്യാവശ്യം ഒരു 362 വേക്കൻസീസ് ഉണ്ട്. അവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറെ കൂടെ പ്രോബിലിറ്റി, അതായത് നാട്ടിലോട്ട് വരാനായിട്ടുള്ള പ്രോബിലിറ്റി കുറെ കൂടെ എളുപ്പമാണ്, മീനിങ് കുറെ കൂടെ കൂടുതലാണ് പ്രോബിലിറ്റി. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സെക്കൻഡറാബാദ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നാട്ടിലേക്ക് വരാമെന്നുള്ളൊരു ആ ഒരു ഓപ്ഷൻ നാട്ടിൽ വർക്ക് ചെയ്യണം ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ചൂസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.